Hi, welcome to Analysis by NRD. Today we will discuss about the topic Lifespan Psychology, fourth part video, Facts of Development. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൻ്റെ ബാക്കി വീഡിയോസ് എല്ലാം നമ്മൾ 3 വീഡിയോസിലായിട്ട് ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തവർ ആദ്യം ആ വീഡിയോസ് പോയിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. We all know that development is the critical period for child development. Some significant facts must be taken into consideration to understand the pattern of development. Each of these has important implications and it's explained as follows. നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പീരീഡാണ് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റിനകത്ത്. ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. സോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമതാണ് ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ. Early foundations are critical because attitudes, habits, and patterns of behavior established during early years determine to a large extent how successfully individuals will adjust in their later life. അവരുടെ ആറ്റിറ്റ്യൂഡ്സും ഹാബിറ്റ്സും പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ്സ് എ ലാർജ് എക്സ്റ്റെൻറ്റ്, അതൊരു ലാർജ് എക്സ്റ്റെൻറ്റ് ആണ്. ഹൗ സക്സസ്ഫുള്ളി ഇൻഡിവിജ്വൽസ് വിൽ അഡ്ജസ്റ്റ് ഇൻ ദിയർ ലേറ്റർ ലൈഫ്. പിന്നീടുള്ള ലൈഫിൽ അവരെങ്ങനെയാണ് സക്സസ്ഫുള്ളായിട്ട് ഇൻഡിവിജ്വൽസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്താണ് റോൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ഇൻ ഡെവലപ്മെൻറ്റ്. റോൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ഇൻ ഡെവലപ്മെൻറ്റ്. മെച്ചുറേഷനും അതുപോലെ ലേണിങ്ങും പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എ ഡെവലപ്മെൻറ്റ്. സോ മെച്ചുറേഷനും ലേണിങ്ങും നമ്മുടെ ഡെവലപ്മെൻറ്റിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോള് തന്നെയാണ് നിർവഹിക്കുന്നത്. മെച്ചുറേഷൻ ഈസ് അൺഫോൾഡിങ് ഇൻഡിവിജ്വൽസ് ഇൻഹെറൻറ്റ് ട്രേറ്റ്സ്. ഓരോ ട്രേറ്റിനനുസരിച്ചാണ് അവരുടെ മെച്യൂരിറ്റി എന്ത് ചെയ്യുന്നത്, ഓരോ വ്യക്തികൾക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സോ ദ ലേണിംഗ് ഈസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഫ്രം എക്സ്പീരിയൻസസ് ആൻഡ് എഫേർട്സ് ഓൺ ദ ഇൻഡിവിജ്വൽസ് പാർട്ട്. ലേണിംഗ്, അതായത് ഡെവലപ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഒക്കുറയുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ എക്സ്പീരിയൻസുകളും അവരുടെ എഫേർട്ടുമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ലേണിംഗ് ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത്. സോ മെച്ചുറേഷൻ പ്രൊവൈഡ്സ് ദ റോ മെറ്റീരിയൽ ഫോർ ലേണിംഗ്. മെച്ചുറേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള ആ റോ മെറ്റീരിയൽസിനെ. നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം മെച്യൂരിറ്റി വേണം, അല്ലേ? ചില ആളുകൾക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള പഠനങ്ങളും സാധിക്കാത്ത ആളുകളുണ്ട്. സോ മെച്ചുറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട റോൾ അതിനകത്ത് നിർവഹിക്കുന്നുണ്ട് ലേണിങ്ങിനകത്ത്. So generally development is influenced by the interaction of both. മെച്ചുറേഷൻ്റെയും ലേണിങ്ങിൻ്റെയും ഒരു ഇൻറ്ററാക്ഷനിലൂടെ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഫോളോസ് എ ഡെഫിനിറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺ. ഇറ്റ് ഫോളോസ് എ ഡെഫിനിറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺ. ദർ ആർ ഓർഡർലി പാറ്റേൺസ് ഓഫ് ഫിസിക്കൽ, മോട്ടോർ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പീച്ച് ഡെവലപ്മെൻറ്റ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, സോ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചലനാത്മകമായിട്ടുള്ളത്, ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതികൾ, അതുപോലെ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സ്പീച്ച് ഡെവലപ്മെൻറ്റ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? സോ ഡെവലപ്മെൻറ്റ് ഈസ് ഗവേൺഡ് ബൈ സെർട്ടൻ ലോസ്. ഡെവലപ്മെൻറ്റ് നമ്മൾ ഗവേൺ ചെയ്യുന്നത് ചില നിയമങ്ങൾ വെച്ചിട്ടാണ്. സോ ഒന്നാമതാണ് സിഫാലോ കോഡൽ ലോ. എന്താണ് സിഫാലോ കോഡൽ ലോ എന്ന് പറയുന്നത്? സിഫാലോ കോഡൽ ലോ അർത്ഥമാക്കുന്നത് ഡെവലപ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് ഓവർ ദ ബോഡിയിലേക്കാണ്. എവിടെ നിന്നാണ്? ഹെഡ് ടു ഫൂട്ട്, നമ്മുടെ തലയിൽ നിന്നും കാലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിഫാലോ കോഡൽ ലോ പറയുന്നത്. രണ്ടാമതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ലോ. എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ ലോ എന്ന് പറയുന്നത്? ഇത് അർത്ഥമാക്കുന്നത് ഡെവലപ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് ഔട്ട്വേർഡ് ഫ്രം ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ടു എക്സ്ട്രീമിറ്റീസ്. നമ്മുടെ സെൻട്രൽ ആക്സിസ് ഓഫ് ബോഡിയിൽ നിന്നും എക്സ്ട്രീമിറ്റീസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്പ്രെഡ് ആകുന്നത് എന്നുള്ളതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ലോ പറയുന്നത്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫാക്ട്സുകളെ കുറിച്ചാണ് പറയുന്നത്, ഫാക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഡെവലപ്മെൻറ്റിനകത്തുള്ള ഫാക്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാലാമതാണ് ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ്. നോ ടു പീപ്പിൾ റിയാക്ട് ഇൻ ദ സെയിം വേ to the same environmental stimuli, and one can never predict with accuracy how people will react to a stimulation. രണ്ട് വ്യക്തികൾ നമ്മൾ ഒരേ എൻവയോൺമെൻറ്റിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവരുടെ സ്റ്റിമുലൈ ഒരിക്കലും സെയിം വേയിലല്ല എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ദീസ് ഇൻഡിവിജ്വൽസ് ഡിഫറൻസസ് ആർ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇൻഡിവിജ്വാലിറ്റി ഇൻ പേഴ്സണാലിറ്റി മേക്കപ്പ്. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റ് ആവാം. സോ ഒരു രണ്ട് വ്യക്തികളെ ഒരേ എൻവയോൺമെൻറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാത്രം ഒരേ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് സാധ്യമല്ല. കാര്യം രണ്ടുപേരും വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുക, പേഴ്സണാലിറ്റി പെർസീവ് ചെയ്യുക. അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്, ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ്. അഞ്ചാമത്തതാണ് ഈച്ച് ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ. ഈച്ച് ഫേസ് ഹാസ് സെർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ. ഓരോ ഫേസിനും സെർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഒരുപാടുണ്ട്. അപ്പോൾ ഓരോ ഫേസിനകത്തും നമ്മൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, നമ്മുടെ സംഘർഷങ്ങൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു ഫോർമേഷൻ്റെ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത് അതെല്ലാം നമ്മൾ ഡെവലപ്മെൻറ്റിനകത്ത് ബാധിക്കും. സോ ദ പാറ്റേൺസ് ആർ മാർക്ക്ഡ് ബൈ പീരീഡ്സ് ഓഫ് ഇക്വിലിബ്രിയം വെൻ ഇൻഡിവിജ്വൽസ് അഡാപ്റ്റ് ഈസിലി ടു എൻവയോൺമെൻറ്റൽ ഡിമാൻഡ്സ്
and as a result make good person and social adjustment and by periods of disequilibrium. When they experience difficulty in adaptation, make poor person and social adjustment. പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി എൻവയോൺമെൻറ്റൽ ഡിമാൻഡ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് പേഴ്സൺ ആയിട്ട് മാറും, അല്ലെങ്കിൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നോർമലി പോവുകയാണെങ്കിൽ, അതായത് കൂടുതലുമല്ല കുറവുമല്ല, അതിൻ്റെ ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഇക്വിലിബ്രിയമാണ് കൊണ്ടുപോകുന്നത് എന്നല്ലെങ്കിൽ സമനിലയിലാണ് എല്ലാം കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ ഗുഡ് പേഴ്സൺ ആയിട്ട് മാറും, അല്ലെങ്കിൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഡിസിക്വിലിബ്രിയം എപ്പോഴാണ് സംഭവിക്കുക? രണ്ടിൻ്റെയും ഇടയിലല്ലാതെ ഒന്നെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ആ ഒരു രീതിയിൽ എപ്പോഴാണ് സംഭവിക്കുക? അവരുടെ അഡാപ്റ്റേഷൻ ഡിഫിക്കൽട്ടി ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ, അതാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പുവർ പേഴ്സണാലിറ്റി ഓഫ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് അവർ മാറാം എന്നുള്ളതാണ്. സോ ഈച്ച് ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ. ഓരോ ഫേസിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ഉണ്ട് എന്നുള്ളതാണ്. ആറാമത്താണ് ഹസാർഡ്സ് ഇൻ ഈച്ച് ഫേസ്. ഹസാർഡ്സ് ഇൻ ഈച്ച് ഫേസ് എന്ന് പറഞ്ഞാൽ ഈച്ച് സ്റ്റേജ് ഈസ് റിലേറ്റഡ് ടു സർട്ടൻ ഹസാർഡ്സ് such as physical, psychological and environment. These hazards inevitably involve adjustment problems. We should be aware of these hazards because awareness of these makes it possible to prevent or to at least alleviate these. ഓരോ സ്റ്റേജും റിലേറ്റ് ചെയ്യുന്നത് ചില ഹസാർഡ്സ് മൂലമാണ്. അതായത് നമ്മുടെ ഫിസിക്കലി ഉള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി ഉള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റേജസും റിലേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, നമ്മുടെ ബോഡി, നമ്മുടെ സൈക്കോളജിക്കലി ഉള്ള നമ്മുടെ മൈൻഡ് സെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഓരോ സ്റ്റേജിനെയും ബാധിക്കും. ഈ ഒരു ഹസാർഡ്സ് ആണ്, അതായത് ഫിസിക്കലി ഉള്ള സൈക്കോളജിക്കലി ഉള്ള അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ഹസാർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസിനകത്ത്. So we should be aware of these hazards because awareness of these makes it possible to prevent or to at least alleviate these. ഇതിനെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഹസാർഡ്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലേ. സോ ഏഴാമതാണ് ഡെവലപ്മെൻറ്റ് ഈസ് എയ്ഡഡ് ബൈ സ്റ്റിമുലേഷൻ. ഡെവലപ്മെൻറ്റ് എയ്ഡഡ് ചെയ്യുന്നത് സ്റ്റിമുലേഷനിലൂടെയാണ്. സോ വൈൽ മോസ്റ്റ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് മെച്ചുറേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസസ്. അതായത് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത് എന്താണ്, മെച്ചുറേഷനും അതുപോലെ എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസ് മൂലമാണ് എന്നുള്ളതാണ്. നമ്മുടെ മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അഡാപ്റ്റേഷൻ സംഭവിച്ചുകൊണ്ട് നമ്മളതിൻ്റെ മെച്യൂരിറ്റി കാണിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് നമ്മളെ മെച്യൂർ ആക്കും, നമ്മുടെ എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും, മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കും. സോ മെച്ചുറേഷനും എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡെവലപ്മെൻറ്റിനെ കൂടുതൽ ഇമ്പ്രൂവ് ആക്കുന്നത്. സോ മച്ച് ക്യാൻ ബി ഡൺ ഇൻ എ ഡെവലപ്മെൻറ്റ് സോ ദാറ്റ് ഇറ്റ് വിൽ റീച്ച് ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. അതായത് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത് മെച്ചുറേഷനും എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസ് മൂലമാണ്. അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെ പ്രോപ്പറായിട്ട് തന്നെ നടക്കണം. സ്റ്റിമുലേഷൻ എഫക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്, നമ്മുടെ നോർമലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റിമുലേഷൻ എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ് ആകുന്നത്. നമ്മുടെ സ്റ്റിമുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സമയത്തും നമ്മുടെ സ്റ്റിമുലേഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്താണ് കൾച്ചറൽ ചേഞ്ചസ് എഫക്റ്റ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കൾച്ചറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് മോൾഡ് ചെയ്യുന്നത് കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മളെ മോൾഡ് ചെയ്യാൻ വേണ്ടി, നമ്മളെ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് നമ്മളെ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ അതിൻ്റെ നോംസ് ഒക്കെയാണ്. നോംസ് എന്ന് പറഞ്ഞാൽ ചില നിബന്ധനകളൊക്കെ ഉണ്ടാവും. ഓരോ കൾച്ചറിനും അതിൻ്റേതായിട്ടുള്ള ചില റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുക. ഓക്കെ, നമ്മളെ തയക്കങ്ങൾ, നമ്മുടെ വഴക്കങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ വൈൽ ചേഞ്ചസ് ഇൻ ദീസ് സ്റ്റാൻഡേർഡ്സ് എഫക്റ്റ് ഡെവലപ്മെൻറ്റൽ പാറ്റേൺ. ഈ ഒരു നോംസിനകത്തും കാര്യങ്ങളിനകത്തൊക്കെ ചിലപ്പോൾ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ സോ അതെല്ലാം എന്ത് ചെയ്യും, ആ ഡെവലപ്മെൻറ്റൽ പാറ്റേൺസിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലെത്തിയ സമയത്ത് കുറച്ച് കൾച്ചറൽ ചേഞ്ചസ് നമുക്ക് വന്നു അല്ലേ. അതായത് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അതിനകത്തൊക്കെ ഡെവലപ്മെൻറ്റ് ഒരുപാട് മാറ്റമുണ്ടായി. പിന്നീട് ഉണ്ടാകുന്ന കുട്ടികളെല്ലാം ആ ഒരു അഡാപ്റ്റേഷനിലാണ് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. ആ ഒരു കൾച്ചറിലൂടെയാണ് അവർ വളരുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡെവലപ്മെൻറ്റിനകത്ത് ചേഞ്ചസ് വരുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, എവറി സ്റ്റേജ് ഹാസ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ. എല്ലാ സ്റ്റേജിനും ഒരുപാട് സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇൻഡിവിജ്വൽ വിൽ ബി സക്സസ്ഫുൾ ഇൻ ഫുൾഫില്ലിംഗ് ദോസ് എക്സ്പെക്റ്റേഷൻസ് ഓൺലി ഇഫ് ഷീ ഓർ ഹീ ഈസ് അധറിങ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഫാമിലി ആൻഡ് സൊസൈറ്റി. അതായത് ഫാമിലിയിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള എല്ലാ റൂൾസും റെഗുലേഷൻസും എല്ലാം ഒരു വ്യക്തിക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഒരു സൊസൈറ്റിയിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ റൂൾസും കാര്യങ്ങളും എല്ലാം ആ ഒരു വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും, അതെല്ലാം പാലിക്കേണ്ടി വരും. ആ ഒരു റൂൾസും റെഗുലേഷൻസും എല്ലാം പാലിക്കേണ്ടി വരും. സോ അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്നും എന്ത് ചെയ്യും, പുറത്താക്കപ്പെടും അല്ലേ. സൊസൈറ്റിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ശിക്ഷിക്കപ്പെടും അല്ലേ. നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. സോ അതാണ് എവറി സ്റ്റേജ് ഹാസ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്. സോ 10ാമതാണ് ട്രഡീഷണൽ ബിലീഫ്സ്.
Traditional beliefs about physical and psychological characteristics affect the judgments of others as well as their self-evaluation. So long as these beliefs persist, they have a profound influence on the development pattern. ഒരു പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലി ഉള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ എല്ലാം എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ നമ്മുടെ ആ ട്രഡീഷണൽ ബിലീഫ്സ് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചേക്കാം. ഓരോ വ്യക്തികൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിക്കുക. ചില ആളുകൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ചില ആളുകൾക്ക് അതിനോട് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻസിലൂടെയാണ് അവരെന്ത് ചെയ്ത് നോക്കിക്കാണുക. സോ അവർക്ക് അതിനകത്തൊക്കെ ഒരു ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റില്ല ട്രഡീഷണൽ ബിലീഫ്സിനകത്ത്. സോ അപ്പോൾ അവരെന്ത് ചെയ്യും, മാറി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്കത് സെൽഫ് ഇവാലുവേഷന് വിരുദ്ധമായിട്ട് വരുന്ന ബിലീഫ്സ് ആയിരിക്കാം നമ്മുടെ ട്രഡീഷണൽ ബിലീഫ്സ് ആയിട്ട് മാറുന്നത്. സോ അതിനകത്ത് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സോ ഓരോ ബിലീഫ്സും കാര്യങ്ങളും എല്ലാം അവരുടെ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചേക്കാം. അവർ ബിലീഫ്സിൽ അവർക്കൊരു സെൽഫ് ഇവാലുവേഷനുമായിട്ടുള്ള സംഘർഷങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവരെ മാറി ചിന്തിച്ചേക്കാം. അതും അവരുടെ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചേക്കാം. ഇതിനകത്തുള്ള ചില ഫാക്ട്സുകളാണ് ഇതിനകത്ത് പറഞ്ഞത്. സോ ഫാക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഏതൊക്കെയായിരുന്നു? ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ. റോൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ഇൻ ഡെവലപ്മെൻറ്റ് ഫോളോസ് എ ഡെഫിനിറ്റ് ആൻഡ് predictable pattern. All individuals are different. Each phase of development has characteristic behavior. Hazards in each phase. Development is aided by stimulation. Culture changes affect the development. Every stage has social expectations and traditional beliefs. So അടുത്തതാണ് റിസർച്ച് മെത്തേഡ്സ് ഫോർ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്തുള്ള റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ആസ് യു നോ, ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ എ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. ഇറ്റ് occurs over a lifetime period. Thus, we need to special techniques are employed to study the lifespan development. These techniques are discussed here. നമ്മുടെ ചില റിസർച്ച് മെത്തേഡ്സ് എല്ലാം നമ്മുടെ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ over a period of time. This method is useful. The same individual is tested at different age group. Example, case study of children behavior in classroom. ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞ എന്താണ്, കേസ് സ്റ്റഡി ഓഫ് ചിൽഡ്രൻ ബിഹേവിയർ ഇൻ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിനകത്തുള്ള കുട്ടികളുടെ പഠനത്തെക്കുറിച്ച്. ഓക്കെ, ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ, അതായത് ഒരേ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിനെ കുറിച്ചുള്ള പഠനമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത് സെയിം ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിനെ കുറിച്ചുള്ള ഡെവലപ്മെൻറ്റൽ ചേഞ്ചസിനെ കുറിച്ചുള്ള പഠനമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. സെയിം ഇൻഡിവിജ്വൽ ടെസ്റ്റ് ചെയ്യും ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള സെയിം ഗ്രൂപ്പിനെ എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ വെച്ചിട്ട്. സോ എക്സാമ്പിളായിട്ട് പറഞ്ഞത് കേസ് സ്റ്റഡി ഓഫ് ചിൽഡ്രൻ ബിഹേവിയർ ഇൻ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിനകത്തുള്ള കുട്ടികളെ കുറിച്ചുള്ള പഠനമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. രണ്ടാമതാണ് ക്രോസ് സെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് സ്റ്റഡി ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് ബൈ ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ഏജസ് അറ്റ് ദ സെയിം ടൈം ഓൺലി വൺസ്. ദിസ് മെത്തേഡ് ഹെൽപ്സ് ടു ഗെറ്റ് the norms or standards of typical patterns of development for different age. This is faster and cheaper method than longitudinal method. It does not lose subjects who drop out of the study since the subjects are tested only once. Example of the method is eating behavior of 5-year-old. ക്രോസ് സെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സമയത്തേ അത് നമ്മൾ ചെയ്യുള്ളൂ. എക്സാമ്പിളായിട്ട് പറഞ്ഞ എന്താണ്, മെത്തേഡ് ഓഫ് ഈറ്റിംഗ് ബിഹേവിയർ ഓഫ് 5-year-old. ഈ മെത്തേഡിനകത്ത് പഠിക്കുന്നത് ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ഏജസ് അറ്റ് ദ സെയിം ടൈം ഓൺലി വൺസ്. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ 10 വയസ്സായ ഒരു കുട്ടിയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പഠിക്കുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് മെത്തേഡ് ഈസ് ഹെൽപ്പ് ടു ഗെറ്റ് നോംസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടിപ്പിക്കൽ പാറ്റേൺ. ഒരു ടിപ്പിക്കൽ പാറ്റേണിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഏജിലുള്ള കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആ ഒരു പാറ്റേൺ, ടിപ്പിക്കൽ പാറ്റേണിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇത് വളരെ ഫാസ്റ്റാണ്, അതുപോലെ ചീപ്പറാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡിനെക്കാളും കുറച്ചുകൂടി ചീപ്പായിട്ടുള്ളൊരു സംഭവമാണ്, അതായത് വലിയ ചിലവുകളില്ലാത്തൊരു സംഭവമാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് പോലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമല്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലുള്ള സബ്ജക്ട്സുകൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോവില്ല. സോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമതാണ് സീക്വൻഷ്യൽ മെത്തേഡ്. എന്താണ് സീക്വൻഷ്യൽ മെത്തേഡ്? ടു ഓവർകം ദ ഡ്രോബാക്ക് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ക്രോസ് സെക്ഷണൽ മെത്തേഡ് ദിസ് മെത്തേഡ് വാസ് യൂസ്ഡ്. അതായത് നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ മെത്തേഡിൽ നിന്നും ക്രോസ് സെക്ഷൻ മെത്തേഡിൽ നിന്നും കിട്ടാത്ത ഇൻഫർമേഷൻസിന് നമ്മൾ സീക്വൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. സോ ഇത് വളരെ ബെസ്റ്റ് മെത്തേഡാണ് വിച്ച് കമ്പൈൻസ് ദ ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ക്രോസ് സെക്ഷൻ മെത്തേഡ്. ഇതെന്ത് ചെയ്യും, ലോഞ്ചിറ്റ്യൂണൽ മെത്തേഡിനകത്തും ക്രോസ് സെക്ഷൻ മെത്തേഡിനകത്തും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി നടത്തുന്നത്. പീപ്പിൾ ഇൻ എ ക്രോസ് സെക്ഷൻ സാമ്പിൾ ആർ
tested more than once and the results are analyzed to determine the differences to show up over time for the different groups of subjects. This method gives a more realistic assessment. ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ മെത്തേഡിനകത്ത് പറഞ്ഞു ഒറ്റ പ്രാവശ്യം ഒരു കാര്യം ചെയ്യുള്ളൂ എന്ന്. അതായത് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഈറ്റിംഗ് ബിഹേവിയർ ഓഫ് 5 years old. ഈ ഒരു സംഭവം നമ്മൾ വീണ്ടും നോക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീക്വൻഷ്യൽ മെത്തേഡാണ് ഉപയോഗിക്കുക. സീക്വൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രോസ് സെക്ഷൻ മെത്തേഡിനെ എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ചെക്കൗട്ട് ചെയ്യാണ്. സോ അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യണം, ചെക്കൗട്ട് ചെയ്യണം. ഓരോ സമയത്തിനനുസരിച്ചും ഓവർ ഓഫ് ടൈമിനകത്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് സബ്ജക്ട്സുകൾ അതിനകത്ത് വന്നിട്ടുണ്ടാവും. അതിനെയെല്ലാം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യണം, നമ്മളത് ടെസ്റ്റ് ചെയ്യണം. ക്രോസ് സെക്ഷണൽ മെത്തേഡിൽ നിന്ന് നമ്മൾ എടുത്ത സാമ്പിളിനെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്തുകൊണ്ട് ഡിറ്റർമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ഓവർ ഓഫ് ടൈമിനകത്ത് ഒരുപാട് സമയത്തിന് ശേഷം എന്തൊക്കെയാണ് ഡിഫറൻസസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീക്വൻഷ്യൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ടൈം ലാഗ് മെത്തേഡ്. The method is studying the development of different age groups in different years to determine the effect of historical events on behavior. പണ്ടുള്ള കാലത്തുള്ള കുട്ടികളെക്കുറിച്ചുള്ള പഠനം ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളെക്കുറിച്ചുള്ള പഠനം കൂടെ നടത്തി കഴിഞ്ഞിട്ട് ആ ടൈം ലാഗിനകത്ത് ഏതൊക്കെ രീതിയിലാണ് അവരെ എഫക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ടൈം ലാഗ് മെത്തേഡിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സും ചേഞ്ചസും ഓരോ വ്യക്തികളിലും ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ അത് ബാധിച്ചത് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു ടൈം ലാഗ് മെത്തേഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് റയർലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് സൈക്കോളജിക്കകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്. ലാർജ് നമ്പർ ഓഫ് സബ്ജക്ട്സ് വേണം. ഇത് ഡിഫറെൻറ്റ് ടൈം പീരീഡിലുള്ള ഒരുപാട് സബ്ജക്ട്സുകൾ എന്ത് ചെയ്യണം, ഇതിന് റിക്വയർഡ് ആണ്. ഓരോ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസിനനുസരിച്ച് വ്യക്തികളിൽ വന്നിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ടൈം ലാഗ് മെത്തേഡിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുക. സോ ഇതെപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല, അതിന് ഒരുപാട് സബ്ജക്ട്സുകളുടെ ആവശ്യകത ഉണ്ട്. സോ ആ ഒരു സമയത്ത് നടന്ന ഇവൻറ്റ്സും കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുക. സോ കമ്പാരിസൺ നടത്തണം. സോ അതാണ് ടൈം ലാഗ് മെത്തേഡിനകത്ത് പറയുന്നത്. ഇതിനകത്ത് 4 റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്ത് ലോഞ്ചിറ്റ്യൂണൽ മെത്തേഡ്, ക്രോസ് സെക്ഷൻ മെത്തേഡ്, സീക്വൻഷ്യൽ മെത്തേഡ് ആൻഡ് ടൈം ലാഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ 2 ടോപ്പിക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ഫാക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ റിസർച്ച് മെത്തേഡ്സ് ഫോർ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കോണ്ടൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.